ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. 21 ദിവസത്തെ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെച്ചു, വിഷൻ ബോർഡ് ഉണ്ടാക്കി, പോസിറ്റീവ് ചിന്തകൾ നിറച്ചു, സാമ്പത്തിക പ്ലാനിങ്ങും ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടിലും ഒരു വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ഥലം ശുദ്ധീകരിക്കുക അഥവാ ഡീക്ലട്ടറിങ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്നാൽ ആകർഷണ നിയമത്തിൽ അതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലോ ചുറ്റുപാടിലോ ഒക്കെ പുതിയ കാര്യങ്ങൾക്ക് വരാൻ മാത്രം സ്ഥലം ഇല്ലാത്തത് കൊണ്ടാകാം അത്. ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കേ, ഒരു പാത്രം നിറയെ പഴയ സാധനങ്ങൾ ഇരിക്കുമ്പോൾ അതിലേക്ക് പുതിയൊരു കാര്യം കൊണ്ടുവെക്കാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടും നമ്മൾ ജീവിക്കുന്ന മുറിയൊക്കെ. നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ സാധനങ്ങൾ, പൊടി പിടിച്ച റൂമുകൾ, വേണ്ടാത്ത വസ്ത്രങ്ങൾ, ആവശ്യമില്ലാത്ത ന്യൂസ് പേപ്പറുകൾ, ഇതെല്ലാം നമ്മുടെ ചുറ്റും ഒരുതരം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നിങ്ങളുടെ മുറി അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുക. നിങ്ങളുടെ മേശപ്പുറം, അലമാര അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന മുറി ഒന്നൊന്നായിട്ട് വൃത്തിയാക്കുക. ആവശ്യമില്ലാത്തവ ഉപേക്ഷിക്കുക. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത, ഇനി ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങൾ ഉണ്ടാകും. പഴയ ഡ്രസ്സുകൾ, പൊട്ടിയ സാധനങ്ങൾ, ന്യൂസ് പേപ്പറുകൾ, അതൊക്കെ എടുത്തു മാറ്റുക. അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയ എനർജിക്ക് അവിടെ വഴിയൊരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഒരു സാധനം എടുത്തു മാറ്റുമ്പോൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഴയതും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നു. എൻ്റെ സ്വപ്ന ഭവനത്തിനും പുതിയ സന്തോഷങ്ങൾക്കും വരാൻ ഞാൻ വഴിയൊരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നിങ്ങളുടെ മുറി വൃത്തിയാക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അത്ഭുതമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാട് ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകും. മനസ്സിലെ ഉത്കണ്ഠകളും ഭയങ്ങളും ഒക്കെ മാറി ഒരു പുതിയ പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും പുതിയ സൗഭാഗ്യങ്ങളും ഒക്കെ കടന്നു വരാൻ എപ്പോഴും വൃത്തിയുള്ളതും കാറ്റും വെളിച്ചമൊക്കെ കടക്കുന്നതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് വേണം. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീടിൻ്റെ അകത്തും പുറത്തുമുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് പുതിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഒരിടമൊരുക്കുക. ഇനി സാമ്പത്തികമോ അതുപോലെ തന്നെ അഭിവൃദ്ധിയോ ഒക്കെ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സ്പേസ് ഇല്ലെങ്കിൽ അത് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് പണമായാലും ഇനി എന്തായാലും അത് തരികയുള്ളൂ. അപ്പോൾ സ്പേസ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം.